വചനമൊഴി ശ്ലീഹാകാലം 7-ാം ഞായർ. വചനഭാഗം നിയമാവർത്തനം 4:10-14, ഏശയ്യ 5:8-20, 1 കോരിന്തോസ് 16:1-14, ലൂക്കാട് സുവിശേഷം 13:22-30. ശ്ലീഹാകാലം അവസാന ഞായറാഴ്ച നാം എത്തിയിരിക്കുകയാണ്. സ്ലീഹന്മാരുടെ പ്രവർത്തന ഫലമായി രൂപീകൃതമായ സഭാ സമൂഹത്തിന്റെ ജീവിത ശൈലി എപ്രകാരമായിരിക്കണമെന്നാണ് ഈ ഞായറാഴ്ചകളിലെ വചനപ്രഘോഷണങ്ങളുടെ എല്ലാം കാതൽ. ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്ന പ്രബോധനങ്ങളെ ധ്യാനിച്ചുകൊണ്ടാണ് ഈ ആഴ്ചകളിലെ സുവിശേഷ വിചിന്തനങ്ങൾ നടത്തിയിരുന്നത്. ശിഷ്യത്വത്തിന്റെ ജീവിത ശൈലിയാണ് അവിടെ നാം കാണുന്നത്. വിശുദ്ധ ലൂക്കാട് സുവിശേഷം 9:51 മുതൽ 19:27 വരെയുള്ള ഭാഗം ഈശോ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്ന കാര്യമാണ് വിവരിക്കുന്നത്. ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ് ദൈവരാജ്യത്തെക്കുറിച്ചും ശിഷ്യത്വത്തെക്കുറിച്ചും ഉപമകളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നത്. വിശുദ്ധ ലൂക്കാട് സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്നുമുള്ള ഇന്നത്തെ സുവിശേഷ ഭാഗവും ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ അനന്യത എന്തായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. ക്രൈസ്തവ ശിഷ്യത്വം ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്രയാണ്. ഇടുങ്ങിയ വഴിയെ നടക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുവിനെന്നാണ് തിരുവചനം പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം ഈശോയുടെ ജെറുസലേമിലേക്കുള്ള യാത്രയാണ് വിവരിക്കുന്നത് എങ്കിലും അത് കേവലം ഭൂമിശാസ്ത്രപരമായ യാത്രയല്ല, മറിച്ച് മിശിഹായുടെ ശിഷ്യത്വത്തിലേക്കുള്ള യാത്ര കൂടിയാണ്. സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയാണ്. നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴിയാണ് ഈ യാത്രയിലുടനീളം ഈശോ പഠിപ്പിക്കുന്നത്. ഇന്ന് കുർബാന മധ്യേ ശ്രവിക്കുന്ന ഒന്നാമത്തെ പ്രഘോഷണം നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്നുമുള്ളതാണ്. സീനായ് മലയിൽ നിന്ന് ലഭിച്ച നിയമത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന് കൊടുത്ത മാർഗദർശനമായിരുന്നു തോറ. തോറ അനുസരിച്ച് ജീവിക്കുക എന്നതായിരുന്നു വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചേരുന്നതിനുള്ള മാർഗം. പഴയ നിയമകാലത്ത് ഇടുങ്ങിയ വഴി തോറ അനുസരിച്ചുള്ള ജീവിതമായിരുന്നു. അതനുസരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ജനം ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. അവിടുന്ന് ജനത്തിന് നിയമം നൽകിയത് ദൈവഭയമുള്ളവരായി അവർ ജീവിക്കേണ്ടതിനും അത് മക്കളെ പഠിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു. കർത്താവിന്റെ ദേശത്ത് അവർ അനുഷ്ഠിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളുമായിരുന്നു ഉടമ്പടിയുടെ ഉള്ളടക്കം. ദൈവോന്മുഖമായ 3 കൽപ്പനകളും മനുഷ്യോന്മുഖമായ 7 കൽപ്പനകളുമായിരുന്നു ഉടമ്പടിയുടെ കാതലായ 10 കൽപ്പനകൾ. പഴയ നിയമത്തിലെ ഉടമ്പടിയിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന് മാർഗദർശനം നൽകിയതുപോലെ പുതിയ ഇസ്രായേലായ സഭയുടെ ജീവിത ശൈലിയാണ് ഈശോയാകുന്ന മാർഗത്തിൽ നിന്നും നാം പഠിക്കുന്നത്. രണ്ടാമത്തെ പ്രഘോഷണം ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ളതാണ്. നിയമം ലംഘിച്ച് ജീവിച്ചിരുന്ന യൂദയായിലെ ജനത്തിന് വരാനിരിക്കുന്ന തകർച്ചയെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ചുമാണ് പ്രവാചകൻ പറയുന്നത്. ഈ വചനഭാഗത്ത് 6 കാര്യങ്ങളെക്കുറിച്ചുള്ള ദുരിതം പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. കർത്താവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുള്ള ജീവിത ശൈലിയാണ് ഇവിടെ എതിർക്കപ്പെടുന്നത്. ഒന്നാമതായി കർത്താവ് എതിർത്ത് സംസാരിക്കുന്നത് മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം ഭൂമി കരസ്ഥമാക്കി വെക്കുന്നവരെ കുറിച്ചാണ്. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം ഭൂമി കരസ്ഥമാക്കി വെക്കുന്നവരെ കുറിച്ചാണ്. ദരിദ്രനോട് പരിഗണനയില്ലാതെ സ്വത്ത് കൂട്ടിവെക്കുന്നത് കർത്താവിന്റെ ഹിതത്തിനനുസരിച്ചുള്ള ജീവിത ശൈലിയല്ല. ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടുന്നവർക്ക് ദുരിതം. കാരണം അവർ കർത്താവിന്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെ നോക്കുകയോ ചെയ്യുന്നില്ല. ദൈവഭയമില്ലാതെയുള്ള ജീവിതമാണ് അവർ നയിക്കുന്നത്. പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും വിളിക്കുന്നവർക്ക് ദുരിതം എന്ന് തിരുവചനം പറയുമ്പോൾ നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുന്നവർക്ക് ദുരിതമെന്നാണ് ഉദ്ദേശിക്കുന്നത്. തങ്ങളെക്കുറിച്ച് തന്നെ നല്ലവരെന്ന് കരുതുന്ന അഹങ്കാരികൾ, തിന്മയെ ന്യായീകരിക്കുന്നവർ, നിഷ്കളങ്കരെ കുറ്റം വിധിക്കുന്നവർ,
സാമൂഹിക നീതി, ധാർമ്മിക അധപതനം എന്നിവയാണ് ഇവിടെ പ്രധാനമായും പ്രതിപാദിക്കുന്നത്. ദൈവഹിതത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കും ഉതകുന്ന വിധത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും അധിഷ്ഠിതമായിരിക്കണമെന്നാണ് പൗലോസ് ശ്ലീഹ കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. സഭാ സമൂഹത്തിന്റെ ജീവിതശൈലിയിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് ശ്ലീഹ പ്രതിപാദിക്കുന്നത്. സഭാ സമൂഹം പങ്കുവെക്കുന്ന സമൂഹമായിരിക്കണം. ദാരിദ്ര്യം അനുഭവിക്കുന്ന സഹോദര സഭാ സമൂഹങ്ങളെ കുറിച്ച് കരുതലുണ്ടായിരിക്കണം. മിശിഹായുടെ ശരീരത്തിലെ അവയവങ്ങൾ എന്ന നിലയിൽ സഭാ സമൂഹങ്ങൾ തമ്മിൽ കൂട്ടായ്മയിൽ വർത്തിക്കണം. ദൈവഹിതത്തോട് വിശ്വസ്തയോടെയും ധീരതയോടെയും പ്രവർത്തിക്കുന്നവരായിരിക്കണം വിശ്വാസ സമൂഹം എന്ന് ശ്ലീഹ പ്രബോധിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത് രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഈശോയുടെ സംഭാഷണമാണ്. ഈശോ പറയുന്നത് ഇടുങ്ങിയ വഴിയെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ എന്നാണ്. രക്ഷയുടെ മാർഗം ഇടുങ്ങിയ വഴിയെയുള്ള യാത്രയാണ്. അത് ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കുന്നതാണ്. കർത്താവിന്റെ നാമത്തിൽ ഒന്നിച്ചു ചേർന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്ന് അവിടുത്തെ ഹിതത്തിനനുസരിച്ചുള്ള ജീവിതമാണ് ഈശോ പ്രതീക്ഷിക്കുന്നത്. രക്ഷയുടെ കവാടം തുറക്കപ്പെടുന്നത് ഇപ്രകാരം ജീവിക്കുന്നവർക്കാണ്. കർത്താവിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാത്തവർ ദൈവരാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. മിശിഹായുടെ പ്രബോധനങ്ങളോട് വിശ്വസ്തയോടെയും എളിമയോടെയുമുള്ള പ്രത്യുത്തരിക്കലാണ് ഒരുവനെ സ്വർഗരാജ്യത്തിന് യോഗ്യനാക്കുന്നത്. അതിനുള്ള മാർഗവും ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിനുള്ള അനുഭവമാണ് ഇന്ന് തിരുവചനം പങ്കുവെക്കുന്നത്. പഴയ നിയമത്തിൽ തോറ ആയിരുന്നു മാർഗമെങ്കിൽ പുതിയ നിയമത്തിൽ മിശിഹ തന്നെയാണ് മാർഗം. അതിനാലാണ് ഈശോ പറഞ്ഞത്, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. മിശിഹായെ അനുഗമിക്കലാണ് ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്ര. ശ്ലീഹാകാലത്തിന്റെ ചൈതന്യം ആവശ്യപ്പെടുന്നത് പോലെ മിശിഹായുടെ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഉത്തമ സഭാ സമൂഹങ്ങളായി വർത്തിക്കുവാൻ തിരുസഭ ഇന്ന് തിരുവചനങ്ങളിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നു. തിരുസഭയോട് ചേർന്ന് ശ്ലീഹാകാലത്തിന്റെ ചൈതന്യത്തിനനുസരിച്ച് ജീവിച്ച് മിശിഹായെ അനുഗമിക്കുന്ന യഥാർത്ഥ ശിഷ്യന്മാരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.